ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ്. കാരണം 5-6 ദിവസത്തെ നൈറ്റ് കഴിഞ്ഞിട്ട് ഒരു 3-4 ദിവസം ഓഫുള്ള ദിവസമാണ് കേട്ടോ. ഇവിടെ 6 ദിവസം നൈറ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 4 ദിവസത്തെ ഓഫാണ് കിട്ടണത്. അപ്പോൾ 6 ദിവസത്തെ നൈറ്റ് കഴിഞ്ഞ് പിറ്റേ ദിവസം നന്നായിട്ട് ഉറങ്ങും. നല്ല പോലെ എന്താ പറയണേ നമ്മൾ മനസ്സറിഞ്ഞ് ഉറങ്ങണത് ആ നൈറ്റ് കഴിഞ്ഞിട്ട് ഒരു ദിവസമാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു എനർജിയാണ് കേട്ടോ പിന്നെ പണികളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ നല്ല സ്പീഡപ്പായിട്ട് പിന്നെ ക്ലീനിങ്ങും തുണി കഴുകൽ അങ്ങനത്തെ പരിപാടികളെല്ലാം ചെയ്യണത് ആ ഓഫ് കഴിഞ്ഞ ഒരു ഉറക്കം കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ആ ദിവസമാണ്. ഇന്ന് ഞാൻ ആദ്യം തന്നെ മോപ്പിങ്ങിൽ നിന്നാണ് തുടങ്ങിയേക്കണത്. അപ്പോൾ മോപ്പ് ചെയ്യണതിന് മുമ്പ് കാർപ്പറ്റും കാര്യങ്ങളെല്ലാം ഒന്ന് മാറ്റി അതെല്ലാം വാക്വം പിടിക്കണം. അത് കഴിഞ്ഞിട്ടാണ് ഇനി മോപ്പ് ചെയ്യണത്. അതിന് ഒപ്പം തന്നെ കുറേ തുണികൾ കഴുകാനുണ്ടായി. അതെല്ലാം കഴുകി കുറേ സ്റ്റാൻഡിൽ കിടക്കണുണ്ടായി. പിന്നെ അതെല്ലാം പറക്കി മാറ്റി വെച്ചിട്ട് അടുത്തൊരു സെക്ഷൻ മെഷീനിൽ കിടക്കുവാണ് കഴുകാനായിട്ട്. അപ്പോൾ ഇങ്ങനെ തുണികളെല്ലാം കൂട്ടി വെച്ചിട്ട് എല്ലാവരുടെയും മാറ്റി മാറ്റി തിരിഞ്ഞൊക്കെ നമുക്ക് മടക്കി വെക്കാനായിട്ട് ഇനി എല്ലാ പണിയും കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്താണ് അത് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി 2 ദിവസം കൂടെ ഓഫ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. ചെടികളൊക്കെ ഇവിടെ വിൻ്റർ വന്നപ്പോൾ എല്ലാം തന്നെ നാശമായി പോയി തുടങ്ങി. ഇവിടുത്തെ വിൻ്ററിൽ നമ്മുടെ ബാൽക്കണിയിൽ ഇരുന്ന കുറേ ചെടികളൊക്കെ പോയിട്ടുണ്ട്. എന്നാലും അകത്ത് കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. അതിനെ അടുത്ത സമ്മർ വരെ ഇതുപോലെ പിടിച്ചു നിർത്തണം. അതിന് വേണ്ടിയിട്ട് അവയ്ക്കും ഒരു ചെറിയ കെയറിങ്ങൊക്കെ കൊടുക്കണം. ഇതുപോലെ ഓഫുള്ള ദിവസമാണ് കേട്ടോ. പിന്നെ തമ്പുരുവിന് പഠിക്കാനാണെങ്കിൽ ഇവിടെ കുറേ ഉണ്ട് കേട്ടോ. ഇവർ കുറേയും എന്താ പറയണേ ഇപ്പോൾ ഭാഷയാണ് ഇവർ പഠിക്കണത്, ലാംഗ്വേജാണ് പഠിക്കണത്. 1-ാം ക്ലാസ്സിലേക്ക് ആക്കിയിട്ടില്ല അവന് 7 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ ഇനി ജനുവരി ഒക്കെ കഴിഞ്ഞിട്ടാണ് ആൾ 1ലേക്ക് ആവണത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പഠിക്കണത് ലാംഗ്വേജാണ്. ലാംഗ്വേജിനകത്ത് തന്നെ ഇവർ കുറച്ച് നമ്മുടെ വാക്കുകൾ കൂട്ടി എഴുതാനും നമ്പറുകൾ 100 വരെ എണ്ണാൻ അത് എഴുതാൻ അങ്ങനെ എല്ലാ കാര്യങ്ങളുമാണ് പഠിക്കണത്. അപ്പോൾ അത് നമ്മൾ ഇതുപോലെ ഓഫുള്ള സമയത്തോ അല്ലെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിരുന്നിട്ടോ കുറച്ച് സമയം അവൻ്റെ ഒപ്പം ഇരുന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അവന് പഠിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം നമുക്കറിയാലോ ലാംഗ്വേജ് തന്നെ അക്ഷരങ്ങളെല്ലാം നമ്മൾ പ്രൊനൗൺസ് ചെയ്യണതെല്ലാം മാറ്റാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു കൺഫ്യൂഷനാണ് കേട്ടോ. പിന്നെ ഇനി അടുക്കളയിൽ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കളയിൽ ഇതുപോലെ ഫുഡൊക്കെ നമ്മൾ ഡെയിലി വെക്കുവാണ്. ഇപ്പം നൈറ്റ് ആണെങ്കിലും നമ്മൾ ഡെയിലി ഫുഡ് വെക്കുവാണ്. വെക്കണ പരിപാടിയൊന്നുമില്ല കേട്ടോ. അതാത് ദിവസങ്ങളിലേക്ക് അന്നന്നത്തേക്ക് ഫ്രഷ് ആയിട്ട് വെക്കുകയാണ് കേട്ടോ. പിന്നെ പച്ചക്കറികളും നമ്മുടെ നോൺ വെജ് ഐറ്റംസൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം ഇതുപോലെ എല്ലാം വാങ്ങിയിട്ട് ക്ലീനാക്കി ഫ്രിഡ്ജിൽ മസാലയൊക്കെ തിരുമ്മി വെക്കും. അതൊരു ടാസ്ക്കാണ്. അതെല്ലാം ചെയ്തു വെക്കണം. അപ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് കാണിക്കാം കേട്ടോ. ചിക്കനൊക്കെ ഒരു 4-5 കിലോ ഒക്കെ വാങ്ങിച്ചിട്ട് ഒരുമിച്ച് ക്ലീനാക്കി മസാലയൊക്കെ തിരുമ്മി വെക്കും. അപ്പം നമുക്ക് ആവശ്യത്തിനെടുത്ത് വെച്ചാൽ മതിയല്ലോ. പച്ചക്കറികളാണെങ്കിലും അതുപോലെ തന്നെ ഞാൻ എല്ലാ പച്ചക്കറികളും അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാനുള്ള നമുക്ക് വേണ്ടതെല്ലാം വാങ്ങിച്ചിട്ട് ഞാനിതുപോലെ സിപ്പ് കവറിലാക്കി വെക്കും. അപ്പോൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം ഇന്ന് പൊറോട്ടയാണ് കേട്ടോ കഴിക്കണം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.